Hi friends, welcome back to my trading. അപ്പോൾ നമ്മൾ ഇന്ന് എത്രയാണ് 18 ജൂൺ 2025 9 ഒരു സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് മാർക്കറ്റ് അത്രയ്ക്ക് വലിയ അത്രയ്ക്ക് വലിയ നല്ലതല്ല. സോ നമ്മൾ അതുകൊണ്ട് എന്താക്കി 8 മനസ്സിലാവുന്നുണ്ടോ? 8 നമ്മൾ പ്ലാൻ ചെയ്തേക്കാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് USD EGP യിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. വായിച്ച് നോക്കാൻ മറക്കരുത്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള കാര്യമാണ്. ഓക്കെ, വായിച്ച് നോക്കുക. നമ്മൾ USD EGP OTC ഇതിലാണ് നമ്മൾ ട്രേഡ് കൊടുക്കുന്നത് കേട്ടോ. എട്ട് മണിക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. ഓക്കെ, EGPയുടെ USD EGP ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് പോയി. നമുക്കിത് അവിടെ സപ്പോർട്ട് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ബൈനറി ട്രേഡിംഗ് ആണ്. ഓക്കെ, 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് മയോ ട്രേഡിങ്ങിനൊരു എന്താ പറയുക, ഒരു VIP ഗ്രൂപ്പും ഉണ്ട്. മയോ ട്രേഡിങ്ങിന് ഒരു VIP ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഓരോരോ മെമ്പേഴ്സുകൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ട്രേഡറാണ്, ഫുൾ ടൈം ട്രേഡറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്കും ഒരു കോപ്പിയായിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഒരു കോപ്പിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അത് VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. മായവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ്. ഇതാണ് മായവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ അവിടെ കണ്ടോ കോൺടാക്ട്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പുതിയൊരു Gmail ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? പുതിയൊരു Gmail ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇതുവരെ കോട്ടക്സിന് കൊടുക്കാത്ത അല്ലെങ്കിൽ കോട്ടക്സിന് ഉപയോഗിക്കാത്ത ഒരു Gmail നിങ്ങൾ നിലവിൽ ഏതെങ്കിലും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് വേണം പുതിയ Gmail ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 8 ഡിജിറ്റൽ ID കിട്ടും. ആ ID നിങ്ങൾ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മയോ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. VIP സിഗ്നൽ ടൈം എന്ന് പറഞ്ഞാൽ 11 AM, മോർണിംഗ് 11 AM ഉണ്ട്, 2 PM ഉണ്ട്, 9 PM ഉണ്ട്. മാർക്കറ്റ് നല്ല ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഗൂഗിൾ മീറ്റിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഒപ്പം ട്രേഡ് എടുക്കാൻ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിലേക്ക് പോകും, ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക, രാജ്യം സെലക്ട് ചെയ്യുക. ഇന്ത്യയാണെങ്കിൽ ഇന്ത്യ. നിങ്ങൾ ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ ഏത് രാജ്യത്താണോ പ്ലസ് നിങ്ങൾ ആ ഡോക്യുമെൻറ്റും കൂടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ പത്താക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തെ ഇടുക, അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു ആധാർ കാർഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. കറൻസി ഏതും ആയിക്കോട്ടെ, USD INR റിയാലോ തെർഹോ ഏതായിക്കോട്ടെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇമെയിൽ ID, നിങ്ങൾ ഏത് ഇമെയിൽ, ഞാൻ പറഞ്ഞല്ലോ പുതിയ ഇമെയിൽ ID, ആ ഇമെയിൽ ID, പിന്നെ പാസ്വേഡ്, നല്ലൊരു പാസ്വേഡ്, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, പിന്നെ കൺഫേം കൊടുത്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഏതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അതേപോലെ ഈ Gmail ഉണ്ടാക്കുന്നതിനും അതുപോലെ ഉണ്ടാക്കുന്നതിനും ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും, അതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ എൻ്റെ അടുത്ത ഭാഗത്തു നിന്ന് അക്കൗണ്ട് വെരിഫൈ അല്ലെങ്കിൽ ഓക്കെ ബ്രോ യു ക്യാൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരാതെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. കണ്ടോ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പാണിത്.
ഈ മായവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ട്രേഡിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ സപ്പോർട്ടിലെത്തിയിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, കുറച്ച് എന്താ പറയുക, സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്. നമുക്കിപ്പോൾ നോക്കാം എങ്ങോട്ടാണെന്നുള്ളത്. എന്തായാലും നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ട്രേഡ് എടുത്തു, ഇനി നമുക്ക് ലോസ് ആണോ വിന്നാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലോസ് ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് എങ്ങോട്ട്, നമ്മളിപ്പോൾ അപ്പിലേക്കാണ് എടുത്തത്, നെക്സ്റ്റ് ക്യാൻഡിലിൽ ഡബിൾ എമൗണ്ട് ഇട്ട് അപ്പിലേക്ക് തന്നെ എടുക്കുക. അതാണ് MTG. ഓക്കെ, ഇനി മാർക്കറ്റ് എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ ഇല്ല ഡൗണിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എഴുതും MTG ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ MTG ഏത് ഭാഗത്തേക്കാണോ മാർക്കറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാനത് മെൻഷൻ ചെയ്യും. അപ്പോൾ അതിനെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അല്ലാത്ത പക്ഷം MTG എന്ന് പറയുന്നത് ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് സെയിം ഡയറക്ഷനിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്ഷൻസ് എന്ന് പറയുന്നത് 11 AM, 2 PM, അതുപോലെ തന്നെ 9 PM. ഓക്കെ, ഈ 3 സെക്ഷനുകളും നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 3 സെക്ഷനും എടുക്കാം. നമ്മുടെ VIP ഗ്രൂപ്പിലെ അംഗങ്ങൾ 3 സെക്ഷൻ എടുത്താലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു സെക്ഷനെങ്കിലും നമ്മൾ VIP മെമ്പേഴ്സിന് ഒരു സെക്ഷനാണ്, ഒരാൾക്ക് ഒരു സെക്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും, നിങ്ങൾക്ക് യു ക്യാൻ ഏബിൾ ടു ടേക്ക് ദ പർട്ടിക്കുലർ ടൈം. ഓക്കെ, ആ ഒരു ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്തേക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് അയ്യോ എനിക്ക് ആ സെക്ഷൻ മിസ്സായിപ്പോൾ, ഈ സെക്ഷൻ മിസ്സായിപ്പോൾ, എനിക്ക് ഒരു സെക്ഷനേ കിട്ടിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ അതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെക്ഷനാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്തിനാണ് ഈ 3 സെക്ഷൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 3 ഡിഫറെൻറ്റ് ജോബ് ടൈപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ 3 സെക്ഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് നേഴ്സിംഗ് ഉള്ള അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരുപാട് മെമ്പേഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വിന്നായിട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി, ഓക്കെ, അവർ എന്താ പറയുക പിന്നെ ഫ്രീ ആയി, ഓക്കെ, വരുമ്പോഴത്തേക്കും ഒരു 10 to 11 o'clock ഏകദേശം ആകും. ആ സമയത്ത് അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവർ നൈറ്റ് കിട്ടൂല, അവർ 3 മണിയാകുമ്പോഴാണ് പിന്നെ പോകുന്നത്. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് അവർ പോവുകയും ചെയ്യും. പിന്നെ അവരെ നൈറ്റിൽ അവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല, കാരണം ഡ്യൂട്ടീൻ്റെ തിരക്കായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ആണ് 11 o'clock സെക്ഷൻ. ഇനി ഉച്ചയ്ക്ക് 2 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം. അതുപോലെ തന്നെ സെയിം ഈ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്കും കൂടെ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത് 2 o'clock സെക്ഷൻ. പിന്നെ അടുത്തത് വരുന്നതാണ് 9 o'clock. 9 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്ത് വീട്ടിലെത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ 9 o'clock സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ സെക്ഷനാണ് പ്ലാൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 3 ഡിഫറെൻറ്റ് ടൈമിങ്സ് നമ്മൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്ന് വിചാരിച്ച് വേറെ ആരും 3 സെക്ഷൻ ഒരുമിച്ച് എടുക്കരുത് എന്നില്ല. നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷനേ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വിഷമം നിങ്ങൾക്ക് വരണ്ട. അങ്ങനത്തെ ഒരു വിഷമവും നിങ്ങൾക്ക് വരണ്ട. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മളൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുക്കുകയാണ്. നൗ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ കൊടുത്തത്. അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ
അപ്പിലേക്ക് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് പോണേന്നുള്ളത്. അപ്പിലേക്കാണ് ട്രേഡ് കൊടുത്തത്. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് പോണേന്ന് നോക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ മാർക്കറ്റ് എന്തുകൊണ്ടാണ് 9 o'clock സെക്ഷൻ നമ്മൾ മാറ്റിയിട്ട് 8 o'clock ആക്കി വെച്ചാൽ ഇന്നൊരു ദിവസം കേട്ടോ. ഓക്കെ, ആക്കി വെച്ചാൽ കുറച്ച് ഫ്ലക്ച്വേഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. ഓക്കെ, MTG അപ്പിലേക്ക് തന്നെയാണ്, കാരണം അത് അപ്പിലേക്ക് പോകാനാണ് ചാൻസ് കാണിക്കുന്നത്. ഓക്കെ, ഇല്ല ഈ ഒരു ക്യാൻഡിൽ ഇത് വരികയാണെങ്കിൽ ഇല്ല അപ്പിലേക്ക് പോകാനാണ് ചാൻസ് കാണിക്കുന്നത് തന്നെ. നോക്കാം, നമുക്ക് നോക്കാം. പിന്നെ ഫ്ലക്ച്വേഷൻ ആയതുകൊണ്ട് ഒരൊറ്റ അടിയായിരിക്കും താഴോട്ട് വരിക. വലിയൊരു വിക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് റെഡ് ക്യാൻഡിലായി മാറും ഇപ്പം. ഓക്കെ, ഫ്ലക്ച്വേഷനാണ് കാണിക്കുന്നതെങ്കിൽ. ഓക്കെ, ദേ വരുന്നു, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കാണിക്കുന്നത്. കാരണം ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കിടന്ന് കളിച്ചത് കൊണ്ട് തന്നെയാണ്. ഒരു പൊടിക്കൊന്ന് ഒന്ന് മേലോട്ട് പോടാം അങ്ങനെ വാ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ആരെങ്കിലും ലോസ് ആവുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് എടുത്തോ. ഓക്കെ, അത് ഞാനൊരു മറ്റേ നമ്മുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടതാണ്. ആരെങ്കിലും ലോസ് ആവണമെങ്കിൽ അപ്സൈഡിലേക്ക് എടുത്താണ്. ആരും ലോസ് ആയിട്ടുണ്ടാവില്ല, കാരണം കിട്ടിയിട്ടുണ്ടാവും, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതാണ് ഈ ഫ്ലക്ച്വേഷൻ്റെ ഇതുകൊണ്ടാണ് ഈ ഒരു സംഗതി വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. സെൻറ്റ് ഓക്കെ, ഇതെന്താ അറിയോ, ഞാൻ ഈ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് 2 സൈഡും ചെയ്തു. ഒരു സൈഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്, അപ്പോൾ നോക്കുമ്പോൾ ഒരു സൈഡും കൂടെ, 2 സൈഡ് ചെയ്തുകൊണ്ട് അധികം തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡൗണിലേക്ക് ഒരു ട്രേഡ് കൊടുക്കാം. ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം, റിസ്ക് കുറച്ചെടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പോകുന്നത് വളരെ ഒരു എന്താ പറയുക, മുകളിലേക്ക് എന്ന് വെച്ചാൽ ഒരു ബയ്യേഴ്സിൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സെല്ലേഴ്സ് ഒരുമാതിരിപ്പെട്ട് നോക്കി കഴിഞ്ഞില്ല, മേലോട്ട് പോയി. ഇവിടെ ഈ ഒരു സെല്ലിംഗ് സോൺ ഇവിടെ ഉണ്ട്, അവിടെ എന്തായാലും ഒരു റെസ്പെക്റ്റ് ചെയ്യും. റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് നല്ലൊരു സപ്പോർട്ടിംഗ് സോൺ വരുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിംഗ് സോണിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ പറയുന്നില്ല വരുമെന്ന് പറയുന്നില്ല, പക്ഷേ വന്നാൽ കണ്ടോ, നോക്കി വളരെ ഇതിനൊക്കെ എന്താ നമ്മൾ പറയേണ്ടത്, കണ്ടോ ഈ ഒരു ക്യാൻഡിൽ. പക്ഷേ സംഗതി പിന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
കേട്ടോ, കറക്റ്റ് 1 മിനിറ്റ് കേട്ടോ, കറക്റ്റ് 1 മിനിറ്റ്. നമ്മൾ ട്രേഡ് എടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, വീഡിയോ കണ്ടോ നിങ്ങളറിയില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഒരു ട്രേഡ് എടുക്കുക. ആ ട്രേഡ് വിന്നാണോ ലോസ് ആണോ എന്ന് മാത്രം പിന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ലോസ് ആണെങ്കിൽ വേറൊരു ചിന്തയില്ല അവിടെ. നിങ്ങൾ ലോസ് ആണെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, MTG പെർഫെക്റ്റായിട്ട് എടുക്കുക. പിന്നെ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തു, ഞാൻ അപ്പിലേക്കാണ് ട്രേഡ് എടുക്കുന്നത്, ഉണ്ടോ? ഇനി ഇവിടെ എങ്ങാനും ലോസ് ആയിട്ടുണ്ടെങ്കിൽ MTG ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങാനും നമുക്ക് എന്താ പറയുക ട്രേഡ് എടുത്തു, ട്രേഡ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് എടുക്കുക. അതിനെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാ ഈ പ്രാക്ടീസ് ചെയ്യാൻ 24 മണിക്കൂറും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുക്കുന്ന ട്രേഡുകൾ കറക്റ്റ് ആവണം. നമ്മൾ കറക്റ്റ് പോയിന്റിൽ തന്നെ ഇതൊക്കെ 1 മിനിറ്റ് വന്ന് ഇതൊക്കെ 2 സെക്കൻഡൊക്കെ ഡിലേ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കൊണ്ടാണത്. പെർഫെക്റ്റായിട്ട് എന്നിട്ടും പെർഫെക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ പെർഫെക്റ്റ് എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് സിഗ്നൽ തന്നിട്ട് വേണം ഞാൻ എടുക്കാൻ, ആ ഒരു ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. അത് ലോസ് ആണോ വിന്നാണോ? ലോസ് ആവുകയാണെങ്കിൽ എന്താണ്? MTG എടുക്കുക. വിന്നാവുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.